ഇന്ത്യൻ വ്യവസായ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് ടാറ്റ ഗ്രൂപ്പ്. കേവലം ഒരു ബിസിനസ് സ്ഥാപനത്തിനപ്പുറം രാജ്യത്തിന്റെ വ്യാവസായികവും സാമൂഹികവുമായ പുരോഗതിക്ക് അടിത്തറയിട്ട ഒരു പ്രസ്ഥാനമാണിത്. ലാഭം മാത്രം ലക്ഷ്യമാക്കാതെ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രാധാന്യം നൽകിയ ഒരു പാരമ്പര്യമാണ് ടാറ്റയെ ലോകത്തിനു മുന്നിൽ വേറിട്ടു നിർത്തുന്നത്. ടാറ്റയുടെ ഉത്ഭവം 1868-ൽ ഗുജറാത്തിലെ നവ്സാരിയിൽ ജനിച്ച ദീർഘവീക്ഷണമുള്ള വ്യവസായിയായ ജംഷഡ്ജി നുസർവാൻജി ടാറ്റയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യ സാമ്പത്തികമായി പിന്നോട്ടു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ത്യയുടെ വ്യാവസായിക ഭാവിയെക്കുറിച്ച് ജംഷഡ്ജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ത്യയെ സാമ്പത്തികമായി സ്വയംപര്യാപ്തമാക്കാൻ 4 പ്രധാന ഘടകങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു: ഉരുക്ക് വ്യവസായം, ജലവൈദ്യുതി ഉൽപ്പാദനം, ഉന്നത വിദ്യാഭ്യാസം, ആഡംബര ഹോട്ടലുകൾ. ഈ 4 മേഖലകളിലും അദ്ദേഹം തന്റേതായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ ഫലമാണ് പിന്നീട് ഇന്ത്യയുടെ വ്യാവസായിക മുഖച്ഛായ മാറ്റിയെഴുതിയ സ്ഥാപനങ്ങൾ. 1. ടാറ്റ സ്റ്റീൽ. ജംഷഡ്ജി ടാറ്റയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുക എന്നത്. 1907-ൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ദോറാബ്ജി ടാറ്റയാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ടാറ്റ സ്റ്റീൽ സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്റ്റീൽ പ്ലാന്റായിരുന്നു. ഇത് ഇന്ത്യയുടെ വ്യാവസായിക വിപ്ലവത്തിന് തിരികൊളുത്തി. 2. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യയിൽ ശാസ്ത്രഗവേഷണത്തിന് ഒരു സ്ഥാപനം വേണമെന്ന് ജംഷഡ്ജി ടാറ്റ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് 1909-ൽ ബംഗളൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ശാസ്ത്രഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. 3. താജ്മഹൽ പാലസ് ഹോട്ടൽ. 1903-ൽ മുംബൈയിൽ ആരംഭിച്ച താജ്മഹൽ പാലസ് ഹോട്ടൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ഹോട്ടലായിരുന്നു. വിദേശ അതിഥികൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്താനും ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച ഈ സ്ഥാപനങ്ങൾ ഓരോന്നും വെറും ബിസിനസ് സംരംഭങ്ങളായിരുന്നില്ല, മറിച്ച് രാഷ്ട്രനിർമ്മാണത്തിനുള്ള ചവിട്ടുപടികളായിരുന്നു. പാരമ്പര്യത്തിന്റെ തുടർച്ചയും വൈവിധ്യവൽക്കരണവും ജംഷഡ്ജി ടാറ്റയുടെ പിൻഗാമികളായ സർ ദോറാബ് ടാറ്റ, JRD ടാറ്റ, രത്തൻ ടാറ്റ എന്നിവർ ഈ പാരമ്പര്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പിനെ ആഗോളതലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ടാറ്റ ഗ്രൂപ്പിനെ ഏറ്റവും കൂടുതൽ വൈവിധ്യവൽക്കരിച്ചതും ആധുനികവൽക്കരിച്ചതും JRD ടാറ്റയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ടാറ്റ എയർലൈൻസ്, ഇന്നത്തെ എയർ ഇന്ത്യ, ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യയുടെ വ്യോമയാന മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. ടാറ്റ കെമിക്കൽസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവയുടെയെല്ലാം വളർച്ചയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ടാറ്റയെ ഒരു കോൺഗ്ലോമറേറ്റാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പ് ആഗോള ബിസിനസ് ലോകത്ത് ഒരു സുപ്രധാന ശക്തിയായി മാറി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇവയാണ്. 1. 1998-ൽ പുറത്തിറക്കിയ ടാറ്റ ഇൻഡിക്ക ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യ പാസഞ്ചർ കാറായിരുന്നു. ഇത് ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ കഴിവ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. 2. ടാറ്റ നാനോ. സാധാരണക്കാർക്കും കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ടാറ്റ നാനോ ലോകത്തിലെ ഏറ്റവും വിലകുറഞ്ഞ കാർ എന്ന ലേബൽ നേടി. സാങ്കേതികവും വിപണിപരവുമായ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും സാധാരണക്കാരനിലേക്കെത്തുന്ന ഒരു ഉൽപ്പന്നം എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശ്രദ്ധേയമായിരുന്നു. 3. ടാറ്റയുടെ ആഗോള സാന്നിധ്യം വർദ്ധിപ്പിച്ചത് രത്തൻ ടാറ്റയുടെ തന്ത്രപരമായ ഏറ്റെടുക്കലുകളായിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയായ ടെറ്റ്ലി ടീ, കോറസ്റ്റീൽ, ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവയുടെ ഏറ്റെടുക്കലുകൾ ടാറ്റയെ ഒരു ആഗോള ഭീമനാക്കി മാറ്റി. ഈ ഏറ്റെടുക്കലുകൾ ടാറ്റയുടെ വരുമാനത്തിലും ആഗോള സ്വാധീനത്തിലും വലിയ വർധനവുണ്ടാക്കി. ടാറ്റ ഗ്രൂപ്പിനെ മറ്റ് കോർപ്പറേഷനുകളിൽ നിന്ന് വേറിട്ടു നിർത്തുന്ന ഒരു പ്രധാന ഘടകം അവരുടെ അഗാധമായ സാമൂഹിക പ്രതിബദ്ധതയാണ്. ടാറ്റയുടെ ലാഭത്തിന്റെ 65.8% ഓഹരികളും ടാറ്റ ട്രസ്റ്റുകളുടെ ഉടമസ്ഥതയിലാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ജംഷഡ്ജി ടാറ്റയുടെ കാലം മുതൽക്കേ ഈ തത്വം ടാറ്റയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗ്രാമീണ വികസനം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ ടാറ്റ ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നു. ടാറ്റ ട്രസ്റ്റുകൾ വഴി നിരവധി ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നു. ടാറ്റ സ്റ്റീലിന്റെ ഗ്രാമീണ വികസന പരിപാടികൾ, TCS നടത്തുന്ന സാക്ഷരതാ പദ്ധതികൾ, ടാറ്റ പവറിന്റെ ജലസംരക്ഷണ പദ്ധതികൾ എന്നിവയെല്ലാം ടാറ്റയുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിന് ഉദാഹരണങ്ങളാണ്. കമ്പനിയുടെ ലാഭം സമൂഹത്തിന് തിരികെ നൽകുക എന്ന ടാറ്റയുടെ കാഴ്ചപ്പാട് അവർക്ക് പൊതുജനങ്ങളുടെ വിശ്വാസം നേടിക്കൊടുത്തു. ഇന്ന് നടരാജൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക് വാഹനങ്ങൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ ഭാവിയിലെ പ്രധാന മേഖലകളിൽ അവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. 140-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ടാറ്റ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി ദീർഘവീക്ഷണത്തോടെയും മൂല്യബോധത്തോടെയും മുന്നോട്ടുപോയ ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രം ഇന്ത്യൻ വ്യവസായ ലോകത്തിന് എന്നും പ്രചോദനമാണ്.
കേവലം ഒരു ബിസിനസ് സ്ഥാപനം എന്നതിലുപരി രാഷ്ട്രനിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു സ്ഥാപനമെന്ന നിലയിൽ ടാറ്റയുടെ വിജയവഴികൾ ഇന്ത്യയുടെ അഭിമാനമാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മൂല്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ടാറ്റയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ടാറ്റ വെറുമൊരു കമ്പനിയല്ല, ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ഈ മൂല്യങ്ങൾ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാവിയുടെ അടിസ്ഥാനശിലയായി വർത്തിക്കും.